നമുക്ക് അരവിന്ദിന്റെയും മക്കളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് നിവിന് ജയപാലിന്റെ കാര്യസ്ഥനെ പോയി കാണുവാണ്. ഒരു പക്ഷെ അയാൾക്ക് സത്യങ്ങളൊക്കെ അറിയായിരിക്കും, ആ പ്രോപ്പർട്ടി ആരോടാ വാങ്ങിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. അങ്ങനെ അതിനു വേണ്ടിയിട്ട് അയാളെ പോയി കാണുവാണ്. അപ്പൊ മുമ്പ് ഈ പറയുന്ന കാവേരിയും കൂട്ടി അയാളെ കണ്ടെങ്കിലും അയാളൊന്നും വിട്ടു പറയാൻ കൂട്ടാക്കില്ല. അപ്പൊ നിവിന്റെ മനസ്സിൽ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഇനി കാവേരി കൂടെ ഉള്ളത് കൊണ്ടാണോ അയാളൊന്നും പറയാത്തേന്നുള്ളത്. എന്താണെങ്കിലും ഈ തവണ നിവിൻ തന്നെ ചെന്നിട്ട് ചോദിച്ചു, അതെ അരവിന്ദനങ്ങളുടെ അറിയാവുന്നല്ലേ ചേട്ടന്? അത് കേട്ടപ്പം കരസ്തി പറഞ്ഞു, അതെന്ത് ചോദ്യം, എനിക്ക് അറിയാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്, സത്യം പറയുമോ? ജയപാലൻ അങ്കിള് ഈ ഇട ഒരു പ്രോപ്പർട്ടി വാങ്ങിയില്ലേ? ആ പ്രോപ്പർട്ടി ശരിക്കും അരവിന്ദൻ അങ്കിള് വാങ്ങിയതായിരുന്നോ? ചേട്ടൻ അറിയാവോ? ചേട്ടൻ കുറെ കാലങ്ങളായല്ലേ ജയപാലന്റെ അങ്കിളിന്റെ കൂടെ കൂടിയിട്ട് എന്നൊക്കെ ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ അയാൾ പറഞ്ഞു, നിവിനെ എന്നോടൊന്നും ചോദിക്കരുത് മോനെ, എനിക്കൊന്നും പറയാൻ പറ്റില്ല, അറിയാലോ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല. ചേട്ടാ അങ്ങനെ പറയരുത്. അറിയാലോ അരവിന്ദൻ ഞങ്ങളുടെ കുടുംബത്തിന്റെ കാര്യം അറിയാവുന്നതല്ലേ. പെട്ടെന്ന് അയാളുടെ മനസ്സിലേക്ക് വന്നത് അരവിന്ദൻ വന്ന് ജയപാലനോട് കേഴുന്നൊരു കാര്യമാണ്. എല്ലാം തകർത്ത് കളഞ്ഞല്ലോ, ഇനി എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടത് മുഴുവന് ഇല്ലാതായി തീർന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് അവസാനമായിട്ട് ആ പറഞ്ഞ ആ വാക്കുകളൊക്കെ ആയിരുന്നു നെഞ്ചി തടവിക്കൊണ്ട് പറഞ്ഞിട്ട് പോയത്. അതൊക്കെ അയാളുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ മിന്നിമായുവാണ്. അപ്പോഴേക്കും അയാളിങ്ങനെ ആലോചിക്കുന്ന കേട്ടപ്പോൾ നീ പറഞ്ഞു, എന്താ ചേട്ടാ എന്തേലും പ്രശ്നമുണ്ട്? ഒന്നുമില്ല, പിന്നെന്താ എന്ന് പറഞ്ഞുകൊണ്ട് നീവൻ കുറച്ച് പൈസ എടുത്തും കൂടെ കൊടുക്കൂടെ, ഇത് വെച്ചോ എന്നിട്ട് ചേട്ടൻ പറയാൻ പറഞ്ഞു. എനിക്ക് പൈസയൊന്നും വേണ്ട മോനെ, നിന്റെ അങ്കിളിനെ കുറിച്ച് നിനക്ക് അറിയാവുന്നതല്ലേ, എനിക്ക് 2-3 പെൺകുട്ടികളുള്ള, എനിക്ക് പൈസയൊന്നും വേണ്ടെന്ന് പറഞ്ഞ് പൈസ തിരിച്ചു കൊടുത്തു. അപ്പോഴേക്കും നിവിൻ ചോദിച്ചു, അല്ല ആ പ്രോപ്പർട്ടി ആരുടെ ആയിരുന്നു അറിയാവോ? അങ്കിൾ ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിയെന്ന് അറിയാവോന്ന് ചോദിച്ചു. അത് കേട്ടതപ്പോൾ അയാളുടെ വിവരങ്ങൾ കൊടുക്കുകയാണ്. എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല, പക്ഷെ എന്നാലും അത് ആരുടെ കയ്യിലിരുന്ന പ്രോപ്പർട്ടി ആയിരുന്നു എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ അയാളുടെ ഡീറ്റെയിൽസ് കൊടുത്തു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നിവിന് മനസ്സിലായി, ഒരു പക്ഷേങ്കിൽ അയാളോട് പോയി ചോദിക്കുവാണെങ്കിൽ ഇതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടുമായിരിക്കും. അങ്ങനെ നിവിൻ അവിടുന്ന് പോവുകയാണ്. ഈ സമയം കാവേരി തിരികെ വീട്ടിലേക്ക് വന്നു. കാവേരിക്ക് ഭയങ്കര ടെൻഷനാ. എന്ത് ചെയ്യാൻ പറ്റും? തൻ്റെ അച്ഛൻ വാങ്ങിയ പ്രോപ്പർട്ടി ആയിരുന്നു. തൻ്റെ അച്ഛൻ അന്ന് കാണിച്ച ആ പ്രോപ്പർട്ടിയാണ് ഇപ്പൊ ജയപാലനങ്ങൾ വാങ്ങിയിരിക്കുന്നത്. അച്ഛൻ അന്ന് പ്രതീക്ഷയോടുകൂടി കാണിച്ചു തന്നെ, 5-6 ഏക്കറുണ്ട്, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാന്നൊക്കെ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഗൾഫിൽ നിന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് സന്തോഷത്തോടെ ഇവിടെ കഴിയണമെന്നൊക്കെ പറഞ്ഞൊക്കെ അതൊക്കെ കാവേരിയുടെ മനസ്സിൽ കൂടെ മിന്നിമായുവാ. അപ്പോഴേക്കും നിള പുസ്തകമൊക്കെ ആയിട്ട് വന്നിട്ട് പറഞ്ഞു, കാവേരി ചേച്ചി എനിക്ക് ഈ ഭാഗം ഒന്ന് പറഞ്ഞു തന്നേന്ന് പറഞ്ഞു. കാവേരി പെട്ടെന്ന് ദേഷ്യപ്പെട്ടു, ഒന്ന് പോയിക്കോ അവിടുന്ന് എന്ന് പറഞ്ഞു. എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? നീ ആ യമുനയോട് എങ്ങനെ പോയി ചോദിക്കേ, യമുന ഉണ്ടല്ലോ എൻ്റെ അടുത്തേക്ക് എന്തിനാ വന്ന് ചോദിക്കണേ? ആ സമയം യമുന അങ്ങോട്ട് വന്നിട്ട് യമുന പറഞ്ഞു, ഞാൻ പറഞ്ഞു തരാന്ന് പറഞ്ഞു. അല്ല എന്ത് പറ്റി കാവേരി ചേച്ചി? രാധം പറഞ്ഞു, വന്നപ്പോൾ മുതലേ ശ്രദ്ധിക്കുന്ന, രാവിലെ പുറത്തു പോയി വന്നു കഴിഞ്ഞപ്പോൾ മുതലേ മുഖവും വീർപ്പിച്ച് എങ്ങനെ ഇരിക്കുന്ന കാണുന്ന, എന്താ ഏതാ കാര്യം എന്നറിയില്ല. നീള പറഞ്ഞു, അതെ ഞാൻ എന്തേലും ചോദിച്ചുകൊണ്ട് എന്നിട്ടുണ്ടെങ്കിൽ ചേച്ചി എന്നോട് ദേഷ്യപ്പെടുക. അതേ സമയത്ത് ശാരദ അവിടേക്ക് വന്നത്. ശാരദയോട് രാധമ്മ പറഞ്ഞു, ചോദിച്ചു നോക്കും മോളോട്, മോൾക്ക് എന്ത് പറ്റിയെന്ന്. മോളുടെ മുഖം ഇങ്ങനെ വീർത്തിരിക്കുന്നുണ്ട്, ഞങ്ങൾ ആരും ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. അപ്പോഴേക്കും യമുന ചോദിച്ചു, ചേച്ചി ആരുടെയും പോയി വഴക്കടിച്ചോ? പിന്നെ എനിക്ക് അതിനല്ലേ സമയം എപ്പോഴും പോയി വഴക്കടിക്കാനായിട്ട്. ശാരദ ചോദിച്ചു, എന്താ കാര്യം എന്താ? നീ ആരുടെയും പോയി വഴക്കടിച്ചോ? ഇനിയിപ്പോ ആ ജയബാലേട്ടനുമായിട്ട് പോയി വഴക്കുണ്ടാക്കിയിട്ടാണോ വരുന്നത്? ഒരു ജയബാലൻ മിണ്ടരുത്, അയാളുടെ കാര്യം, അയാളുടെ കള്ളത്തരങ്ങളൊക്കെ ഞാൻ പുറത്തു കൊണ്ടിരുന്നുണ്ട്. അതേ കാലം അയാൾ അങ്ങനെ സുഖത്തോടെ വാഴത്തൊന്നുമില്ല. അത് കേട്ടപ്പോൾ രാധം പറഞ്ഞു, എന്താ കാവേരി നീ എന്തിനാ അയാളോട് വെറുതെ മുട്ടാൻ പോയത്? അയാളുമായിട്ട് വല്ല ഉടക്കുണ്ടാക്കാൻ പോയോ? ഉടക്കുണ്ടാക്കാൻ ഞാൻ പോയിട്ടൊന്നുമില്ല, പക്ഷെ അയാളുടെ കള്ളത്തരങ്ങളൊക്കെ കാവേരി പുറത്തു കൊണ്ടുവരും. അയാൾ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ എല്ലാരെ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് കാവേരി അങ്ങോട്ട് പോകുമ്പോഴത്തേനും രാധമ്മ ശാരദയോട് പറഞ്ഞു, ഇവൾക്ക് ഇത് എന്തു പറ്റിയത്? ഒന്നും തെളിച്ചു പറയുന്നുമില്ല. എന്തേലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെയും തൊറാത്തൊരു സംസാരമാണ്, എന്താന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അത് കേട്ടപ്പോൾ ശാരദ പറഞ്ഞു, എന്താന്ന് ആർക്കറിയാം, ഇനിയിപ്പൊ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, അവളുടെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് അവൾക്ക് മാത്രം അറിയത്തുള്ളൂ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ കടയിലെ ഗംഗയുടെ അടുത്ത് വിനീത് ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പൊ വിനീത് തന്റെ ഒരാഗ്രഹങ്ങളൊക്കെ പറയുവാണ്. ഗംഗ അതെല്ലാം കേട്ടോണ്ടിരിക്കുന്നുണ്ട്. ഗംഗ ഒരിക്കലും ആഗ്രഹിച്ചൊരു കാര്യമല്ല ഇങ്ങനെ ഒരു തൈലക്കടയിൽ ഇരിക്കണമെന്ന്.
പുറത്ത് ഗൾഫിൽ പോകണം, അങ്ങനെ അവിടെയൊക്കെ പോയി ജീവിക്കണം എന്ന് ഓർത്തിരുന്ന ഗംഗയാണ് ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് തയ്യൽക്കടയിൽ. പിന്നീട് തന്റെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം സലിമൊക്കെ വന്നിട്ട് പറഞ്ഞു, ആഹാ രണ്ടുപേരും കൂടെ ഇങ്ങനെ കണ്ണിക്കണ്ണ് നോക്കിയിരുന്നിട്ട് കാര്യമുണ്ടോ? അപ്പോഴേക്കും വിനീത് പറഞ്ഞു, അയ്യോ ഒരു കാര്യം പറഞ്ഞുപോയി, കടയിൽ വന്നിട്ട് ഞാൻ ഒന്നും വാങ്ങിച്ചു തന്നില്ലോ, ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി ചായ വാങ്ങിച്ചിട്ട് വരാം. അത് കേട്ടപ്പം ഗംഗ പറഞ്ഞേ, വേണ്ട വേണ്ട, എനിക്ക് ചായയൊന്നും വേണ്ട വിനീതേട്ടാ, അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. സലിമിക്ക ആ ഫ്ലാസ്ക് എടുത്തോളാൻ പറഞ്ഞു. സലിമിക്ക ഫ്ലാസ്ക് എടുത്തു കൊടുത്തു. അപ്പോഴേക്കും സലിമിക്ക പറഞ്ഞൊരു കാര്യം ചെയ്യാം, നിങ്ങൾ എന്നോട് സംസാരിച്ചിരിക്കുക, ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. ഞാൻ തന്നെ പോയി വാങ്ങിച്ചോണ്ട് വരാം. ഗംഗ ആദ്യമായിട്ട് വന്നതല്ലേ, ഗംഗയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ കൈ കൊണ്ട് തന്നെ പോയി വാങ്ങിച്ചോണ്ട് വരണം. അതൊക്കെ പറഞ്ഞിട്ട് വിനീത് പറഞ്ഞു, ഇപ്പം തന്നെ ഞാൻ വരാമെന്ന് പറഞ്ഞു. അതും പറഞ്ഞ് വിനീത് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഈ സമയം സലിമൊക്കെ പറഞ്ഞു, പാവം ആള് കണ്ടില്ലേ, എത്ര കാലമായിട്ട് അവൻ്റെ ആഗ്രഹമായിരുന്നറിയാവോ, അവൻ എപ്പോഴും പറയും ഗംഗേനെ കുറിച്ച് തന്നെ ഇവിടെ വന്നാലും പറയാൻ സമയമുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അതെ, ഇവിടെ ഇരുന്ന് ബോറടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പിന്നീട് ഗംഗ അവിടെ നിന്ന് ഇങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരുവാണ്. അപ്പൊ അവിടെയൊക്കെ ചുറ്റുംപുറമൊക്കെ നോക്കണം. ആ സമയത്താണ് സുജാതയുടെ വരവ്, വിനീതിന്റെ അമ്മയുടെ വരവ്. സുജാത നോക്കിക്കഴിഞ്ഞപ്പോൾ ഗംഗ അവിടെ നിൽക്കുന്നത് കണ്ടു. ഒട്ടും സഹിച്ചില്ല സുജാതയ്ക്ക്. കാരണം തൻ്റെ മോൻ കല്യാണം കഴിച്ച ഉടനെ അവൾ വന്ന് കടയിലും ആധിപത്യം സ്ഥാപിച്ചു എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു മനസ്സ് നിറയുണ്ടായിരുന്നേ. പെട്ടെന്ന് സുജാത അങ്ങോട്ടേക്ക് വന്നു. ഓഹോ, അപ്പൊ നീ കല്യാണം കഴിഞ്ഞൊരു രണ്ടാം പൊക്കം തന്നെ ഇതേ ഇങ്ങോട്ടേക്ക് വന്നില്ലേ? ആദ്യം എൻ്റെ മോനെ കറക്കിയെടുത്തു, എന്നിട്ടിപ്പം കട കൈക്കലാക്കാൻ വന്നേക്കും അല്ലേ? നാണം ഉണ്ടോടി നിനക്ക്? അപ്പോഴേക്കും ആൾക്കാരൊക്കെ വലിയ ഒച്ചയ്ക്കാ സംസാരിക്കുന്നത്. തൊട്ടടുത്തുള്ള കടയിലെ ആൾക്കാരൊക്കെ നോക്കാൻ തുടങ്ങി. ആ സമയം ഗംഗ പറഞ്ഞു, അമ്മായി പതൊക്കെ പറ, ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ശ്രദ്ധിക്കട്ടെ, എല്ലാരും ശ്രദ്ധിക്കട്ടെ. നീ എൻ്റെ മോനെ കറക്കിയെടുത്താന്നുള്ള സത്യങ്ങളൊക്കെ എല്ലാവരും അറിയട്ടെ. എൻ്റെ മോനെ വേണ്ട, ഗൾഫുകാരനെ മതിയെന്നും പറഞ്ഞുകൊണ്ട് നടന്നിട്ട് എന്തായി? ഒടുവിൽ ആ വിവാഹം നടന്നില്ല, രണ്ടാമതൊരു രണ്ടാം കെട്ടുകാരൻ വന്നു. അത് നടക്കാതെ പോയി കഴിഞ്ഞപ്പല്ലടി എൻ്റെ മോന്റെ തലയിലേക്ക് തൂങ്ങിയത്. എൻ്റെ മോൻ പാവം ആയതുകൊണ്ട് അവൻ നിന്നെ സ്വീകരിച്ചു. എൻ്റെ മോന്റെ സ്ഥാനത്ത് വേറെ ആരെയാണെങ്കിലും നിന്റെ പുറംകാലം കൊണ്ട് തട്ടിയെറിഞ്ഞാനും. ഗംഗയുടെ അഭിമാനത്തിന് ക്ഷേതവൽക്കുന്ന രീതിയിലുള്ള സംസാരമാണ് സുജാത സംസാരിക്കുന്നത്. ഇത്രയെങ്കിലും നാണോ എളുപ്പമുണ്ടെങ്കിൽ നീയും നിന്റെ കുടുംബം ഇങ്ങനെ ചെയ്യുവോ? എനിക്കറിയായിരുന്നടി. ഇപ്പം വരുമാന മാർഗം അവനല്ലേ, അവനെ അങ്ങോട്ട് വലിക്കുവാണെങ്കിൽ കിട്ടുന്നതെല്ലാം നിന്റെ കുടുംബത്തിലേക്ക് വേണ്ടി ചെലവഴിക്കാലോ. അതിനു വേണ്ടിയിട്ടല്ലേടി. ഇപ്പോഴാ എനിക്ക് കാര്യം മനസ്സിലായത്. പക്ഷെ നീ ഒന്ന് ഓർത്തു, എനിക്കൊരു ഒറ്റ മോനേ ഉള്ളൂ. എൻ്റെ കണ്ണീരടി. കാരണം എൻ്റെ മോന് എന്നെ നോക്കണ്ടവനാ, പക്ഷെ പകരം നീ അവനെ പിടിച്ചോണ്ട് പോയി. അവിടെ നിങ്ങൾ എല്ലാരും കൂടെ സുഖിച്ച് ജീവിക്കാം. പക്ഷെ അതേ കാലം ഇതൊന്നും ഉണ്ടാവത്തില്ല. അമ്മായി എന്താ ഇങ്ങനെയൊക്കെ പറയണേ? ഇങ്ങനൊന്നും പറയില്ലെന്ന് പറഞ്ഞു. സലിമയൊക്കെ വന്നിട്ട് സുജാതയോട് പറഞ്ഞു, ആന്റി ഇങ്ങനൊന്നും പറയരുത്, എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ? ഗംഗ പാവം, ഇവളെ കുറിച്ചൊന്നും അറിയത്തില്ലാത്തോണ്ടാ. ഇവളെ എനിക്ക് നന്നായിട്ടറിയാം. ഒന്നും നടക്കാതെ വന്നു കഴിഞ്ഞപ്പോ എൻ്റെ മോനെ പിടികൂടിയതാ. എൻ്റെ മോനൊരു പാവാ. എടി ഇത്രയെങ്കിലും നാണം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മോന്റെ ജീവിതത്തിലേക്ക് നീ വരുവോ? അവനെക്കുറിച്ച് എനിക്ക് നല്ല പ്രതീക്ഷയായിരുന്നു. അവന്റെ കല്യാണം നല്ല അതിഗംഭീരമായിട്ട് നടത്തണം എന്നൊക്കെ. 4 ആളെയൊക്കെ വിളിച്ച് എല്ലാം നീയായിട്ട് ഇല്ലാതാക്കിയില്ലേ? അതെങ്ങനെയാ? നിന്റെ ഗൾഫുകാരൻ്റെ അച്ഛനുണ്ടായിരുന്ന സമയത്ത് നിനക്ക് എൻ്റെ മോനോട് പുച്ഛമായിരുന്നല്ലോ. എൻ്റെ മോനെ വേണ്ടായിരുന്നു. കുറച്ച് പണവും പത്രാസും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അഹങ്കാരമായിരുന്നു. ഇതൊന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പല്ലേടി നീ എൻ്റെ മോനെ കറക്കിയെടുത്തത് എന്ന് വേണ്ട വായി വന്ന തോന്നിയാസം എല്ലാം വിളിച്ചു പറയാണ്. ഒടുവിൽ ഗംഗയുടെ താലിയിലേക്കും കൂടി പിടിച്ചു. ഗംഗയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഗംഗ ഒരു നിമിഷം അന്തം വിട്ടുപോയി. അവിടെ നിന്നോരും ചുറ്റും കൂടുന്നവരൊക്കെ വല്ലാതൊരു ഞെട്ടലായിപ്പോയി. ഈ താലി ഉണ്ടല്ലോടി, ഇത് എൻ്റെ കണ്ണീരാ, അറിയാവോ നിനക്ക്? ഇത് അതേ കാലമൊന്നും ഈ താലി നീ കഴുത്തേലിട്ടോണ്ട് നടക്കലെന്ന് പറഞ്ഞപ്പോഴത്തേനും ഗംഗ പെട്ടെന്ന് താലിയിലേക്ക് മുറുക്കെ പിടിക്കുക. ഇനി എങ്ങാനും പൊട്ടിച്ചാലോ എന്ന് ഭയന്നിട്ട്. അപ്പോഴേക്കും സുജാത പറഞ്ഞു, എടി ഈ താലിയൊക്കെ അവൻ വലിച്ചു പൊട്ടിച്ചെറിഞ്ഞിട്ട് നിന്നെ നിന്റെ വീട്ടുകാരെ ഉപേക്ഷിച്ചിട്ട് അവൻ അധികം വൈകാതെ എൻ്റെ അടുത്തേക്ക് വരൂടി, നീ കണ്ടോളാനൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ചീത്തയും കൂടെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. ഗംഗയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ആകെപ്പാടെ തൊലി ഉരിഞ്ഞു പോകുന്ന പോലെ തോന്നി. ആൾക്കാരൊക്കെ നോക്കി നിൽക്കുമല്ലേ, വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ഗംഗ പിന്നീട് അവിടെ നിന്നില്ല, പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവാണ്. വിനീത് പക്ഷെ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. വിനീത് ചായ മേടിച്ചുകൊണ്ട് തിരിച്ച് കടയിലേക്ക് വരുമ്പോൾ നിവിനെ കണ്ടു. നിവിനോട് പറഞ്ഞു, എടാ നിവിനെ ചായ കുടിച്ചിട്ട് പോവാന്ന് പറഞ്ഞു. എന്നാ ശരിയെന്ന് പറഞ്ഞപ്പോഴാണ് വിനീത് ആ കാര്യം ഓർക്കണേ. അല്ല വേണ്ട, അതെ ഗംഗ വന്നിട്ടുണ്ട്, എനിക്ക് അവൾ കൂടെ ഇരുന്ന് സ്വസ്ഥതയോടെ സമാധാനത്തോടെ ചായ കുടിക്കണം, നീ പിന്നെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അതല്ലേലും അങ്ങനെയാണല്ലോ, കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളെ വേണ്ടല്ലേന്ന് ചോദിച്ചു. എടാ അതല്ല, അവൾ ആദ്യമായിട്ട് കടയിലേക്ക് വന്നതാ എന്ന് പറഞ്ഞു. ശരി ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു.
അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും വിനീത് അങ്ങോട്ട് വരുമ്പോൾ സലിമൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഇതെന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? തയ്ക്കാൻ ഏൽപ്പിച്ചു തന്നിട്ട് ഞാൻ പോയിട്ട് ഇവിടെ വന്ന് നിൽക്കുവാണ്. എന്തേ അവളെന്തേ ഗംഗ എന്തേന്ന് ചോദിച്ചു. ഗംഗ പോയി. പോയെന്ന് എങ്ങോട്ട്? വീട്ടിൽ പോയി. വീട്ടിൽ പോനോ? എന്നോട് പറയാതെയോ? അതിന് മാത്രം എന്താ ഇപ്പോൾ സംഭവിച്ചേ? എന്നോട് പറഞ്ഞില്ലോ, ഞാൻ ചായ മേടിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് പോയതാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് പറയണത് കാര്യങ്ങൾ എന്താന്ന്. അതെ, നിന്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അമ്മ വന്നിട്ട് ഇവിടെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അമ്മ ചീത്ത പറഞ്ഞു. ഒടുവിൽ വല്ലാതെ വിഷമത്തോട് കൂടിയിട്ടാ വീട്ടിലേക്ക് പോയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വിനീത് പറഞ്ഞു, ഈ അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ? എടാ, പാവത്തിന് നല്ല സങ്കടം ഉണ്ടായിട്ടുണ്ട്. എല്ലാരും കേളൊക്കെ ഇതൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു. വിനീതിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. താൻ കാരണം പാവം ഗംഗ നാണം കെട്ടല്ലോ എന്നൊക്കെ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നു. എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ തൻ്റെ ഭാഗത്തെ തെറ്റ്. താൻ ഒരിക്കലും ഇവിടെ ഇരുത്തിയിട്ട് പോകാൻ പാടില്ലായിരുന്നു. അമ്മയോട് പറഞ്ഞു കൊടുത്താലും അമ്മയുടെ തലയിലേക്ക് കയറാനൊന്നും പോകുന്നില്ല. അമ്മയുടെ ദേഷ്യം മൊത്തം അവളുടെ അടുത്ത് തീർത്ത് കാണും. അപ്പോഴേക്കും സലീമൊക്കെ പറഞ്ഞു, എല്ലാവരും കേട്ടടാ, എല്ലാവരും കേട്ട ആകെപ്പാടാൻ നാണക്കേടായി പോയെന്ന് പറഞ്ഞു. വിനീത് പറഞ്ഞു, സാരമില്ല, ഞാൻ അവളെ പോയി ആശ്വസിപ്പിച്ചോളാന്ന് പറഞ്ഞു. എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. എന്നാലും ഒരുപക്ഷെ അവളുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അവളെ സമാധാനിപ്പിക്കണമല്ലോ എന്നൊക്കെ കരുതിയിട്ട് വിനീത് പോവുക. അപ്പം അതിൻ്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ഇനി എന്താണെങ്കിലും ഈ പറയുന്ന പ്രോപ്പർട്ടി ആരുടെ കൈവശമായിരുന്നുള്ള കാര്യങ്ങളൊക്കെ നിവിന് കിട്ടിയിട്ടുണ്ട്. ആ പ്രോപ്പർട്ടിയുടെ അവകാശം ആരെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് കാവേരിയും കൂട്ടിക്കൊണ്ട് ചെല്ലുമ്പോൾ ചില ഞെട്ടിക്കുന്ന സത്യങ്ങളൊക്കെ അവർ തിരിച്ചറിയുന്നുണ്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.